കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അടുത്തൊരു ക്ലീനിങ് വീഡിയോ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ 2-3 ദിവസമായിട്ട് വെയിലൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ കിച്ചൺ ക്ലീനിങ് വീഡിയോ, അതായത് കർക്കിടക മാസത്തിലെ കിച്ചൺ ക്ലീനിങ് വീഡിയോ ചെയ്തപ്പോൾ അന്നത്തെ ദിവസം മുഴുവനും മഴയായിരുന്നു കേട്ടോ. എന്നാൽ ഇന്ന് 2-3 ദിവസമായിട്ട് നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ഞാൻ ഒരുപാട് തുണികളും ഒരുപാടൊന്നുമില്ല, വിരിയും പുതപ്പും കാര്യങ്ങളൊക്കെ തിരുമ്പിയിട്ടിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് തുണി കൂടി ഉണങ്ങാനുണ്ട്. അപ്പോൾ ഒക്കെ നമ്മുടെ തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പുറത്തേക്ക് ഇടുകയാണ് കേട്ടോ. നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യുമ്പോൾ പൊടിയും കാര്യങ്ങളും അതിലേക്കാവില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് ഉണങ്ങാനുള്ളതൊന്നും കൂടി പുറത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ക്ലീനിങ് ചെയ്യാമെന്നാട്ടോ വിചാരിക്കണത്. അപ്പോൾ എന്നും നമ്മൾ ചെയ്യണ മാതിരി തന്നെ ഇങ്ങനെ ക്ലീനിങ്ങും എന്തെങ്കിലും എക്സ്ട്രാ പണി എടുക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കിച്ചണത്തെ പണികളൊക്കെ ആദ്യം ഒരുക്കി വെക്കാറാണ് കേട്ടോ ചെയ്യൽ. എന്നാൽ നമുക്ക് നമ്മുടെ പണി എടുക്കണതിലേക്ക് നമുക്ക് ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് ചെയ്യാൻ കഴിയും. ഇല്ലാച്ചാൽ നമുക്ക് കിച്ചണിലും പണി ഉണ്ടാവും. അവ രണ്ടും കൂടി ആകുമ്പോൾ നമുക്കും തന്നെ ഒരു എടുക്കുന്നതിലൊരു വൃത്തി തോന്നത്തില്ല. അപ്പോൾ ഞാൻ ഇതേമാതിരി എന്തെങ്കിലും എക്സ്ട്രാ പണി എന്തെങ്കിലും എടുക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ കിച്ചണിലെ വർക്ക് ആദ്യം തന്നെ മുഴുവനായിട്ടും തീർക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേമാതിരി കിച്ചണിലാണെങ്കിലും അതുപോലെ റൂം ക്ലീൻ ചെയ്യുകയാണെങ്കിലും ആദ്യം ചെയ്യുകയെന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാ സാധനങ്ങളും പുറത്തേക്ക് വയ്ക്കുക. അതായത് എടുക്കാൻ പറ്റുന്ന ഒരു വിധം സാധനങ്ങൾ പുറത്തേക്ക് വെച്ചിട്ട് തട്ടിക്കൊട്ടുകയാണെങ്കിൽ അത്രയും പൊടിയും കാര്യങ്ങളും അതുമേ ആവില്ല. അപ്പോൾ അത്രയും നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ 2-3 ദിവസം വെയിലാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് വിരിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ തിരുമ്പി അലക്കി ഉണക്കിയെടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഈ വിരിയും തന്നെ മുഷിഞ്ഞിട്ടൊന്നുമില്ല, ഇന്നലെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നമ്മൾ ക്ലീനിങ് കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഇതന്നെ വിരിക്കാൻ വിചാരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ റിച്ചർഡിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഓരോരോ ഹെൽപ്പ് ചെയ്യണമുണ്ട്. ചിലപ്പോൾ അത് നമുക്ക് തിരിച്ചൊരു എന്താ പറയുക, അങ്ങനെയൊക്കെ ആയിട്ട് തീരുന്നുണ്ട് കേട്ടോ. എന്തായാലും കുട്ടി ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യത്തിലും നമുക്ക് ഹെൽപ്പ് ചെയ്യണൊരു ആൾ തന്നെയാണ്. അതുകൊണ്ട് അവനും തന്നെ എൻ്റെ കൂടെ ഓരോന്നോരോന്ന് എടുത്ത് കൊണ്ടുവയ്ക്കാൻ കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വന്ന ടൈമിൽ ഞാൻ അവിടെ ആ ഒരു മൂലയൊക്കെയാണല്ലോ നമ്മുടെ ആസ്പെറ്റോസ് പൊട്ടിയെന്ന് പറഞ്ഞത്. അപ്പോൾ അന്ന് അതേമാതിരി അതിന്മേൽ നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കവറൊക്കെ നല്ല മുഷിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അന്നൊക്കെ നല്ലോണം കഴുകിയിട്ടതായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലോണം പൊടി തട്ടി എടുത്താൽ മതി വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആ റാക്കിലില്ല, അതായത് അതൊരു വാർഡ്രോബാണ് കുട്ടിക്ക് റിച്ചോട്ടിന് ആദ്യമായിട്ട് നമ്മൾ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളും വെക്കാൻ വേണ്ടി മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ അവനായിട്ട് അലമാര കിട്ടിയപ്പം അതിലുള്ള സാധനങ്ങൾക്ക് നമ്മൾ അലമാരയ്ക്ക് വെച്ചിട്ടും ഇതിൽ നമ്മൾ ബുക്സും കാര്യങ്ങളും പിന്നെ ചെരുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് പുറത്ത് കൊണ്ടുവയ്ക്കണം, എന്നെങ്കിലുള്ളൂ നമുക്കൊക്കെ അതൊന്നിച്ചങ്ങനെ എടുക്കാൻ കഴിയില്ല. അത് കാരണം നമ്മൾ ഈ ഒരു എന്താ പറയുക തുണീൻ്റെ ഒരു ഇതാണ് അതിൻ്റെ ഓരോ ലെയറായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും വെയിറ്റും ഒക്കെ എടുത്ത് പൊക്കാൻ കഴിയില്ല. ഓരോന്ന് ഒഴിച്ചിട്ട് വേണം പുറത്ത് കൊടുന്ന് വയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഒപ്പം റിച്ച് ഓരോന്ന് കൊണ്ടു വയ്ക്കുന്നുണ്ട്. ഓരോരോ ബുക്കൊക്കെ ആയിട്ടാണ് അവന് കൊണ്ടുവരണത്, കാരണം അവനൊന്നിച്ച് കഴിയില്ലല്ലോ. എന്നാലും ആ കുട്ടി ഓരോന്ന് കൊടുത്തിട്ട് പുറത്ത് ഇടുകയാണ് കേട്ടോ ചെയ്യണത്. പുറത്ത് കൊണ്ടുവയ്ക്കണമെന്നല്ല, അവിടെ കൊണ്ടുപോയി ഇടുകയാണ്. അത് കഴിഞ്ഞ് ഓരോ ബുക്ക് എടുത്തിട്ട് അങ്ങനെ പുറത്ത് ഇങ്ങനെ കൊടുത്തിട്ട് കാണാണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാണ് കേട്ടോ. പിന്നെ ഇത്രയും ദിവസമായിട്ട് നല്ല എന്നും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താ പറയുക, ഒരു പണി എടുക്കാൻ നമുക്ക് കഴിയത്തില്ല. ഇങ്ങനെ മഴയിൽ മുഷിഞ്ഞ്, സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസമായിരുന്നു എനിക്ക് അന്ന് കിച്ചൺ ക്ലീനിങ്ങിന് കിട്ടണ്ടായിരുന്നത്. ഞാൻ ആ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഡപ്പയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം എന്നൊക്കെ നല്ലൊരു ഇത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ അന്ന് ഫുൾ മഴയുകൊണ്ട് ഒന്നും പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെ ഒരു ദിവസമാണ് നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വേണ്ടത്. അപ്പോൾ ഇന്ന് എന്തായാലും നല്ലൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വെയിൽ തന്നെയാണ്. മഴ ഒഴിച്ച പോലെ ഉണ്ട് ഇപ്പോഴത്തെ ഒരു ചൂട്. അപ്പോൾ ഞാൻ ആ വാർഡ്രോബ്സിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടു വെച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ റിച്ചർഡിന് അത് ഏറ്റി ഇങ്ങോട്ട് പോരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മറിഞ്ഞ് ചാടിയിട്ട് അതിൻ്റെ ഇത് ഓരോരോ ക്ലിപ്പ് ഇങ്ങനെ അതിന്മേൽ ജോയിൻറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. അത് നമ്മൾ അവിടെ വെച്ചിട്ട് നമുക്ക് ഓരോന്ന് സാധനങ്ങൾ വെക്കണമെങ്കിൽ നല്ല ഉപയോഗമുള്ളൊരു കാര്യമാണ് കേട്ടോ അത്. കാരണം അത്രയും സാധനങ്ങൾ അതിന്മേൽ അവിടെ ഇവിടെയും വെക്കാത്ത ആ ഒരു ഇത് വാങ്ങിയോണ്ട് ചെരുപ്പാണെങ്കിലും ബുക്സ് ആണെങ്കിലും ഒരു ഒതുക്കി വെക്കാനൊരു പറ്റുന്നൊരു മൂലയ്ക്കൊരു ഒതുക്കി വെക്കാൻ പറ്റുന്ന രീതിക്കായതുകൊണ്ട് നല്ലൊരു ഉപകാരമാണത്.
അങ്ങനെ നമ്മൾ റൂമത്തെ എല്ലാ സാധനങ്ങളും പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ തട്ടിൽ തുടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് റിച്ചൂട്ടിന് കുറച്ച് അമ്പലത്തെ പായസമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനത് അവിടെ പുറത്തിരുന്നിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ റൂം തട്ടിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു കാര്യം മറന്നിരുന്നു. ആദ്യം തന്നെ ഫാനൊക്കെ ഊരി പുറത്ത് വെക്കണം എന്നാണ് കടയിൽ കരുതിയത്. എങ്കിലും നമുക്ക് ഇപ്പോൾ വെച്ചാലും മതി. കാരണം ഇപ്പോൾ നമ്മൾ ഫാൻ ഇതാക്കണില്ല. റൂമത്തെ തട്ടലും പിന്നെ മാറാട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിച്ച് വാരിയതിന് ശേഷം നമ്മൾ ഫാന് നേരാക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ബ്രഷ് എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വാങ്ങിയതിന് ശേഷമാണ് കേട്ടോ നമുക്ക് വാങ്ങണത്. നമ്മളിത് ഇങ്ങോട്ട് വീട്ടിലേക്ക് പോരുന്നതിന് അന്നാണ് കേട്ടോ വാങ്ങണത്. ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ജനലുകൾ തട്ടാനാണെങ്കിലും പൊടിയും കാര്യങ്ങളും തട്ടാനാണെങ്കിലും അതുപോലെ ഏറ്റവും കൂടുതൽ ഉപകാരം എന്ന് പറഞ്ഞാൽ ഫാന് തട്ടാനാണ് കേട്ടോ. നല്ല രീതിക്ക് പൊടി പോരും ചെയ്യും. എന്താ പറയുക, അത്രയും നല്ലൊരു ഉപകാരമായിട്ടുള്ളൊരു ബ്രഷാണ് ഈ ഒരു ബ്രഷ്. അപ്പോൾ ഞാൻ ഈ ബ്രഷ് വീട്ടിലേക്ക് വാങ്ങിയപ്പം അവിടുത്തെ നമ്മൾ ഈ ചെറിയ ചെറിയ കള്ളി ജനലാണല്ലോ, അപ്പോൾ അതൊക്കെ തട്ടുമ്പോൾ നല്ലോണം പൊടിയും കാര്യങ്ങളും പോരുന്നുണ്ട്. പിന്നെ ഈ ഫാന് തട്ടാനാണെങ്കിലും തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം കണ്ടപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ കട്ടിലിൻ്റെ രണ്ട് സൈഡിലും ചെറുതായിട്ട് ഇങ്ങനെ കുണ്ട് പൊഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഒരു ഇത് വെച്ചിട്ടുള്ളത്. അത് എന്താ അങ്ങനെ ആവാൻ കാരണം എന്നറിയത്തില്ല. ഇതിപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു കല്യാണത്തിൻ്റെ കട്ടിലൊരു 4-5 കൊല്ലമുള്ള ഉപയോഗിച്ചിട്ട് അതിന് ശേഷം വാങ്ങിയതാണ് ഈ ഒരു കട്ടിലെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഏകദേശം ഒരു 5-8 കൊല്ലം ആയിട്ടുണ്ടാവും ഇതിന് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാ തട്ടലും കൊട്ടലും കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമൊക്കെ ഒന്ന് അടിച്ച് വാരിയിടാമെന്ന് വിചാരിച്ചു. അടിച്ച് വാരിയിട്ടിട്ട് നമുക്ക് ഇനി അടുത്തുള്ള പണി എന്ന് പറഞ്ഞാൽ എല്ലാതും ഒന്ന് തുടച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ തുടച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ഫാനിൻ്റെ ആവശ്യം വരിക. കാരണം പെട്ടെന്ന് ഉണങ്ങുകയാണെങ്കിൽ എല്ലാം പെട്ടെന്ന് ആക്കാമല്ലോ. അപ്പോൾ ഞാൻ വേഗം അടിച്ചതിന് ശേഷം ഫാന് നേരാക്കാൻ തന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ ഫാനൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിട്ട് നമ്മൾ റൂമിലെല്ലാം ഒന്ന് നനച്ച് തുടച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കൊരു ഫാനും കൂടി ഉണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഒറിജിനൽ ലീഫ് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയതാണ് കേട്ടോ. പൊട്ടിയത് വെച്ചാൽ ചാർജർ അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് അതിൻ്റെ ഒരു ലീഫ് പൊട്ടി. അത് ആദ്യം ഉണ്ടായിരുന്ന 5 ലീഫുള്ളൊരു ഇതായിരുന്നു. ഇപ്പം നമ്മൾക്ക് തൽക്കാലമായിട്ട് കിട്ടിയതൊരു 3 ലീഫിൻ്റെയാണ്. എന്തായാലും വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല നമ്മളതിന്. അപ്പോൾ റിച്ചുട്ടന് അവൻ്റെ കളി സാധനമൊക്കെ മുറ്റത്ത് നല്ലോണം പരത്തിയിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാണ്, കുട്ടീനോട് എത്ര പറഞ്ഞിട്ടും ഉള്ളിലേക്ക് കയറണില്ല. അവനവിടെ ഇതൊക്കെ ആകെ പരത്തിയും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ എന്താ പറയുക, പറഞ്ഞാൽ കേൾക്കത്തൊന്നുമില്ല. ചിലപ്പോൾ കേൾക്കും, ചിലപ്പോൾ കേൾക്കില്ല. എന്നാലും ഇപ്പോൾ റൂമിലേക്ക് കയറാൻ പറ്റില്ലല്ലോ, അവിടെ ഒന്ന് ഉണങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ അവന് കളിക്കണമെങ്കിൽ കളിച്ചോട്ടെ വിചാരിച്ചിട്ട് പിന്നെ കൂടുതലൊന്നും പറയാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ എല്ലാ കാര്യവും ചെയ്ത് കഴിഞ്ഞ് വാർഡ്രോബ്സും കാര്യങ്ങളും ഇനി വെച്ചതൊക്കെ നമുക്ക് പുറത്ത് വെച്ചതൊക്കെ നമുക്ക് ഇനി ഉള്ളിലേക്ക് വെക്കണം. അതാണ് വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. അത് എല്ലാ ക്ലീനിങ്ങിനും ഒരു ടാസ്ക് പറയണത്. നമുക്ക് പുറത്തേക്ക് വെക്കാൻ സുഖമായിരിക്കും, പക്ഷേ എടുത്തോടത്ത് തന്നെ വെച്ച് മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുക്കാനാണ് കൂടുതൽ ബുദ്ധിമുട്ട് എന്ന് പറയണത് കേട്ടോ. എന്നെ സംബന്ധിച്ചിട്ടോ, എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നാറുണ്ട്. അപ്പോൾ നമുക്കിനി വെച്ച സാധനങ്ങളൊക്കെ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.